ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നും 300 രൂപയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തു. 15 രൂപ GST ഉൾപ്പെടെ 315 രൂപ ഡെലിവറി ബോയ്ക്ക് ഗൂഗിൾ പേ ചെയ്തു. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജനാബ് റെയിൽവേ പാലം പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതിന്റെ വാർത്ത കാണുന്നത്. ഖത്തർക്കും ശ്രീനഗറിനും ഇടയിലെ യാത്രാ സമയം വെറും 3 മണിക്കൂർ മാത്രമായിട്ട് കുറയുന്നതിനെ പറ്റി വാർത്തയിൽ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത് തൊട്ട് മുൻപ് കൊടുത്ത ആ എക്സ്ട്രാ 15 രൂപ GST അതുകൂടെ ചേർത്തല്ലേ ഇതൊക്കെ കെട്ടിപ്പൊക്കുന്നത്. തീർത്തും അഭിമാനകരമായ ഒരു കാര്യം. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന ഇത്തരം ചെറിയ തുകകൾ കൊണ്ടാണ് അപ്പുറത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. വീടിന് പുറത്തിറങ്ങുന്നത് മുതൽ തിരിച്ചു കയറുന്നത് വരെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ബില്ലിലുമുണ്ട് ഇത്തരം കുഞ്ഞു സംഖ്യകൾ. യാത്രാ മധ്യ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിലയിൽ, സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ഗ്രോസറി എമൗണ്ടിൽ, ഒരു തുണിക്കടയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രീമിയം മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നിന്നും എടുക്കുന്ന ഡ്രസ്സിന്റെ വിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സിനിമാ ടിക്കറ്റിന്റെ ബില്ലിൽ ഒക്കെ കാണുന്ന ആ GST എമൗണ്ടില്ലേ, അത് ഇക്കഴിഞ്ഞ സൈനിക നീക്കത്തില് ഇന്ത്യ വാങ്ങിച്ച റഫേലിന്റെ വിലയായോ മിസൈലിന്റെ ചെലവായോ എന്നേ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക്. GST എന്ന ഈ പുതു നികുതി നിയമത്തിലേക്ക് രാജ്യം കാലെടുത്ത് വെച്ചിട്ട് ജൂലൈ 1-ന് 8 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദ്രുതഗതിയിൽ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കപ്പെട്ടതും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഹൈവേസും റോഡുകളും എല്ലാം തന്നെ ഈ ഒരു നികുതി വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഒരു രാജ്യം, ഒരു മാർക്കറ്റ്, ഒരു നികുതി എന്ന ടാഗ്ലൈനോട് കൂടി വന്ന GST എന്ന പരോക്ഷ നികുതി സമ്പ്രദായം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 1.5% കൂടുതൽ ഇമ്പാക്ട് ആണ് ഇന്ത്യയുടെ GDP-യിൽ വരുത്തുന്നത്. വെറും 3ാം ലോക രാഷ്ട്രമായിരുന്ന ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് ഈ പരോക്ഷ നികുതി സമ്പ്രദായത്തിന് ചെറുതല്ലാത്ത ഒരുപാട് കഥകളുണ്ട് പറയാൻ. ഒരു സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയ പല ലിപികളുടെയും ഒരു സമ്പ്രദായം ഇന്നിപ്പോൾ ഏകീകൃതമായ സുതാര്യമായ ടാക്സ് സിസ്റ്റത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ ബൃഹത്തായ ഒരു വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാൻ ഒരുപാടുണ്ട് ഇതിൽ. യുവതലമുറയെ വരും കാല ഡിജിറ്റൽ സാമ്രാജ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഡിജിറ്റൽ ക്ലാസ് റൂംസ്, അയൽ രാജ്യ പ്രശ്നങ്ങൾക്ക് മേലുള്ള പ്രതിരോധങ്ങൾ, പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതിനെയെല്ലാം GST എന്ന പരിചയയിലൂടെ പ്രതിരോധിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം GST എന്നത് വെറും ചുവപ്പ് നാളയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നല്ല. സുതാര്യമായും വ്യക്തമായും കൃത്യമായും അത് ലക്ഷ്യസ്ഥാനം കാണുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ കൺമുന്നിൽ പൂർത്തിയാക്കപ്പെടുന്ന ഓരോ 37 കിലോമീറ്റർ ഹൈവേസായും T20 ടാങ്കുകളായും രാജ്യത്തിന്റെ വരുമാനത്തിലേക്ക് വരുന്ന ഓരോ രൂപയിലെയും 18 പൈസ GST നിന്നുള്ളതാണ്. GST ആയി ഗവൺമെന്റിന് കിട്ടുന്ന ഓരോ രൂപയിലെയും 38 പൈസ ലോൺ റീപേയ്മെന്റ്, പെൻഷൻ പേയ്മെന്റ്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്ക് ചിലവഴിക്കുന്നു. 13% പ്രതിരോധ മേഖലയിലേക്ക്, 5.8% ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, വലിയൊരു ശതമാനം ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ വികസനത്തിന്, 60% ഇന്ത്യയുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ ഫണ്ടിങ്ങിലേക്ക്, പിന്നെ 2 ലക്ഷം കോടിയിലധികം രൂപയുടെ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായി വരുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ അഭിമാന പദ്ധതിയായ ദ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈൻ പദ്ധതിയുടെയും നട്ടെല്ല് GST വരുമാനം തന്നെയാണ്. ഇന്ത്യ ഇന്ന് 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ലിസ്റ്റിൽ കയറി പറ്റിയതും ഈ വരുമാനത്തിന്റെ ബലം കൊണ്ടാണ്. എന്നാൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കുറ്റമറ്റതായി GST നടപ്പിലാക്കാൻ ഇനിയും സമയമെടുക്കും. ഇതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ടാക്സ് പ്രാക്ടീഷണേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ജോലി സാധ്യതകളും ഒട്ടനേകമാണ്. അഴിമതി സാധ്യതകളും അഴിമതി കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ടാക്സ് അത്രയ്ക്ക് അങ്ങ് നെഞ്ചിലേറ്റാത്ത ഒരു ജനത, അതിൽ തന്നെ കൃത്യമായി ടാക്സ് അടയ്ക്കാത്ത നികുതിദായകർ മറ്റൊരു വശത്ത്, ഇങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒട്ടനേകമുണ്ട് GSTക്കുള്ളിൽ. എങ്കിലും കണ്ണിന് മുന്നിൽ കാണുന്ന ഈ വളർച്ച നമുക്ക് മറച്ചുവെക്കാനാകില്ല. കയ്യിലിരിക്കുന്ന ആ ബില്ലിലെ GST എമൗണ്ട് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തും എന്ന പ്രത്യാശയിൽ നമുക്ക് കൈകോർക്കാം നല്ലൊരു ഇന്ത്യക്കായി. താങ്ക് യു.